ഹായ് ഹലോ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു റീല് കണ്ടു. അപ്പോൾ ആ റീലിനെ പറ്റി എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്ന് സംസാരിക്കുന്നതാണ്. റീൽ എന്താണെന്ന് ഞാൻ ആദ്യം കാണിക്കാം, എന്നാലാണ് ഞാൻ മുന്നോട്ട് സംസാരിക്കുന്ന കാര്യത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം റീൽ ഇതാണ് കേട്ടോ. അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഉപേക്ഷിച്ചതുമായിട്ടുള്ള ഓരോ പാവം കുറേ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഒരു ഭർത്താവില്ലാത്തതുകൊണ്ട് കേൾക്കാത്ത പേരുകളൊന്നുമില്ല. എന്തൊക്കെ പേര് കേൾക്കുമെന്നറിയാം. എൻ്റെ പൊന്നു കുഞ്ഞേ, പങ്കാളികൾ നമ്മളെ ഇട്ടിട്ട് പോയ എൻ്റെ ദൈവമേ, ഒരിക്കലും ആർക്കും ഇത് വരത്തില്ലെന്ന് പേര് കേട്ട് അവരൊന്ന് ഒരുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അത്രയും കേട്ട് സഹിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശബ്ദമായി മാറാനാണ് ഞാൻ പോട്ടെ. എത്ര നാൾ പിടിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല. അപ്പം റീൽ ഇതാണ്. ഇത് ഈ രേണു സുധി എന്ന് പറയുന്ന ഒരാളെ പറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. അവരുടെ പേഴ്സണൽ ക്യാരക്ടറോ അവരുടെ ജീവിത കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിനെ പറ്റി ഞാൻ സംസാരിക്കാൻ ഒരു റീസണും കൂടി ഉണ്ട്. ഞാൻ ഇന്നലെ കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ എൻ്റെ ചേച്ചിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിന് പോവാൻ വേണ്ടി ഒരുങ്ങിയതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളും റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണെഴുതി പൊട്ടുകുത്തി മാലയൊക്കെ ഇട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒന്ന് ഒരുങ്ങണത്. മനസ്സിലായി കാണുമല്ലോ. ഒന്ന് ഒരുങ്ങി നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോണ പോലെ ഒരുങ്ങി നല്ല രീതിക്ക് ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ആ റീല് ഫോട്ടോസ് കണ്ട സമയത്ത് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നായിരുന്നു. അതായത് ഇത്രയും ദിവസം നീ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ, പെട്ടെന്ന് എങ്ങനെയാണ് മാറിയത്, അല്ലെങ്കിൽ നിന്റെ സങ്കടമൊക്കെ മാറിയോ, ഇത്രേ ഉള്ളൂ, ഇതിനാണോ നീ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ അത് പോസ്റ്റ് ചെയ്ത് തൊട്ടിട്ട് ഇന്ന് എനിക്ക് എന്തോ വലിയ സുഖം തോന്നിയില്ല. അതൊക്കെ മെസ്സേജ് കണ്ട സമയത്ത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവും വരും പോസിറ്റീവും വരും, ശരിയാണ്. പക്ഷെ ഞാനത് ഇന്നലെ കണ്ട സമയത്ത് എനിക്ക് എന്തോ അതിങ്ങനെ വല്ലാണ്ട് കൊണ്ട പോലെ തോന്നി. അപ്പം ആ സമയത്താണ് ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പ് ഈ റീല് ഞാൻ കാണുന്നത്. ഈ റീലിൽ സംസാരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് മാത്രമാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് പറഞ്ഞ വ്യക്തിനെ കുറിച്ചോ പറഞ്ഞ വ്യക്തി ഇത് പറയാൻ യോഗ്യതയുള്ള ആളാണോ അല്ലെങ്കിൽ ഇവളെന്തിനാ അത് പറയുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വ്യക്തിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. നിങ്ങളെല്ലാവരും കാണുന്ന പോലെ റീൽസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ റീലിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾ മക്കളെ കൊണ്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരൊന്ന് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങണത്, അതൊക്കെ ഭയങ്കര മോശമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, പക്ഷേ അങ്ങനെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇന്നലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ഡിസംബറിലാണ്. ഓക്കെ, ഇത്രയും സമയം ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഇത്രയും സമയം നീണ്ടു പോയിട്ടുണ്ട്, ഇപ്പോഴത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ കരയേണ്ട സമയത്ത് കരയുക, വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കുക, സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക. അല്ലാണ്ട് നമ്മുടെ ലൈഫിൽ ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മൾ ലൈഫ് ലോങ് അതിൽ നിന്ന് പുറത്തേക്ക് വരാണ്ട് കരഞ്ഞിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഭർത്താവ് മരിച്ചവരോ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരോ അവരൊന്നും എന്താ പറയുക, നല്ല ഡ്രസ്സ് ഇടാനോ കണ്ണെഴുതാനോ ലിപ്സ്റ്റിക് ഇടാനോ പൊട്ട് കുത്താനോ ഒന്നും പാടില്ല. അങ്ങനെ വല്ല നിയമമൊന്നും ഇല്ലല്ലോ. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഒരാളെ പറ്റി നല്ലത് പറയണതും പൊട്ട പറയണതും കാണുന്ന ആൾക്കാരുടെ അഭിപ്രായമാണ്. അല്ലാതെ അവരങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് ആരും എവിടെയും പറയാൻ പാടില്ല. പറയുന്ന ഈ ജീവിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാരാണ്. അവർക്കും ജീവിക്കണം, അല്ലെങ്കിൽ അവർക്കും മുന്നോട്ട് പോകണം. അവരിപ്പം നാളിപ്പോൾ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ വന്നിട്ട് ഉണ്ടായ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ മക്കളെ നല്ല രീതിക്ക് വളർത്തി മുന്നോട്ട് പോകുമ്പോഴോ കണ്ടില്ലേ അതാണ് ഇതാണ് എന്തിനാണത് പറയേണ്ടൊക്കെ ആവശ്യമുള്ളത്? അവരെങ്ങനെയും ജീവിച്ചോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. ഈ പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാരോ ആരും വന്ന് ഇവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. മനസ്സിലായോ? അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനും അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ആഘോഷിച്ച് അവർ നടക്കട്ടെ. നമ്മളിപ്പം ലൈഫിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ നമുക്ക് വലുതായിട്ട് ആഘോഷിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് മാറാൻ പറ്റും. നമ്മളെപ്പോഴും പുറത്തേക്ക് പോകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മളോട് എപ്പോഴും സംസാരിക്കാൻ ആൾക്കാരുണ്ടാവുന്നില്ല. നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ ആ സംസാരിക്കുന്ന നേരം നമ്മുടെ അടുത്ത് നല്ലത് സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന ഒരു സമയം അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പുറത്തേക്ക് പോവാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും
ഓരോ പരിപാടിക്ക് പോവാണ്, അവിടെയും പോയിട്ട് കരഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ പരാതിയും പറഞ്ഞ് ഇതൊക്കെ പറ്റി അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വിഷമത്തിലാണെന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ കാണിച്ചാൽ തന്നെ അതിൽ സന്തോഷിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുള്ളത്. അല്ലെങ്കിൽ അയ്യോ നിനക്ക് അങ്ങനെ പറ്റിയെന്ന് ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ പറയുമായിരിക്കും. പക്ഷെ മാറി നിന്നിട്ട് അവൾക്ക് അതന്നെ വരണം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ഇടയിലുള്ളത്. മെയിനായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുക, മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കട്ടെ. ഭർത്താവ് മരിച്ചു പോയവര് ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ലാന്നോ അല്ലെങ്കിൽ ഒരുങ്ങി പുറത്തിറങ്ങാൻ പാടില്ലാന്നോ ആർക്കും എവിടെയും പറയേണ്ട ആവശ്യമില്ല. നീ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പോയിട്ടല്ലേ നിനക്ക് ഈ കമന്റ് വരണ അല്ലെങ്കിൽ മെസ്സേജ് വരണമെന്ന് ചോദിക്കാം ഇല്ലേ? സ്വാഭാവികമായിട്ട് ആ ചോദ്യം വരും. ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരും. നീ അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോയിട്ടല്ലേ, നിന്റെ കാര്യങ്ങളൊക്കെ നീ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് ഇമ്മാതിരി ചോദ്യങ്ങളും അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇതിനൊക്കെ മറുപടി പറയാൻ ഇരിക്കേണ്ട വരണമെന്നൊക്കെ ചോദിക്കാം. ഞാൻ റീല് ചെയ്യണതും ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണതും എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പ്രത്യേകിച്ച് എനിക്കതിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ഞാൻ ഇപ്പോൾ റീൽ എടുക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡ് എൻഗേജ്ഡ് ആവുന്നുണ്ട്, എൻ്റെ ടൈം പോകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതിൽ വരുന്ന കുറച്ച് കമന്റ്സ് കുറച്ച് പേർക്കെങ്കിലും നമ്മളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാളെ ഇപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ജീവിക്കുന്ന ഒരു സമയത്ത് അവർക്കത് മനസ്സിലാവും ഇന്നതുകൊണ്ടാണെന്നൊരു കാര്യം. ഇപ്പൊ ഞാൻ എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേർക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓ എനിക്കിത് മനസ്സിലാവുന്നുണ്ട്, എനിക്കിത് എന്താ കാര്യം മനസ്സിലാവണമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പൊ നാളെ ഞാൻ നല്ലൊരു ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ നല്ല ഒരുങ്ങി കെട്ടി അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് റീലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിന്റെ വിഷമം കഴിഞ്ഞു, ഇത്ര ഉള്ളൂ നിന്റെ വിഷമം, ഇതിനൊക്കെയാണ് നീ കാട്ടിക്കൂട്ടിയെന്നൊക്കെ പറയണ വളരെ ചീപ്പാണ് അതൊക്കെ പറയണത്, വളരെ ചീപ്പ്. ഞാൻ ചോദിക്കണേ ഞങ്ങളെപ്പോലുള്ളവർ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ന് വിഷമിച്ചിരിക്കണം, എന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം, ഇതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് അങ്ങനെയൊക്കെ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ വന്നേന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും മോളെ പുറത്തേക്കൊന്നും ഇറങ്ങരുത്, ഒരു പരിപാടിക്കും പോരുത്, നീ നല്ല ഡ്രസ്സ് ഇടുകയും ചെയ്യരുത്, കണ്ണൊന്നും എഴുതരുതട്ടോ, ലിപ്സ്റ്റിക് ഒന്നും ഇടരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് ഇരുത്തും അവരെയൊക്കെ. അതായത് പണ്ടാരൊക്കെ പറഞ്ഞ പോലെ നമുക്ക് വരുന്നതും വെള്ളോർക്ക് വരുന്നതും രണ്ടാണ്. ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സംഭവിക്കുന്ന പോലെ വേറൊരാൾക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ശരിയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 2 സെക്കൻഡെങ്കിലും നിങ്ങൾ അവരുടെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് ആലോചിക്കണം. അവരവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരെ ആഘോഷിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവർക്ക് സന്തോഷമുള്ള ഒരു സമയം. നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യാൻ പോകാണ്ടിരിക്കുക. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കട്ടെ. അവർക്ക് കിട്ടുന്ന മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ അവർ എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ. എന്തിനാ നമ്മൾ ബാക്കിയുള്ളവരുടെ എന്താ പറയാ പോസിറ്റീവ് ഇട്ടില്ലെങ്കിൽ നെഗറ്റീവ് ഇടാതിരിക്കുക. കാരണം നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യണത്. അപ്പൊ അതിലിങ്ങനെ കയറി നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ രേണുസുതി പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ അത് കണ്ട സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ പറഞ്ഞ വ്യക്തിയോ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടറോ ഒന്നുമല്ല, ആ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ആ റീല് ഞാനൊരു 2-3 തവണ ഇരുന്ന് കണ്ടു. അതിന്റെ താഴെയുള്ള കമന്റ്സ് ഞാൻ നോക്കി. ഒരുപാട് പേര് അതിന് പോസിറ്റീവ് കമന്റ്സ് ഇട്ടേക്കാണ്. പോസിറ്റീവായിട്ട് ഒരുപാട് കമന്റ്സ് അതിന് താഴെ കിടക്കുന്നുണ്ട്. അത് മനസ്സിലാവുന്നവരാണ് ആ കമന്റ് ഇടുന്നത്. ആ കമന്റ് ഇട്ട ആൾക്കാർ ഇവരുടെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ചിന്തിച്ചിട്ടല്ല അവർ കമന്റ് ഇടുന്നത്. ആ പറഞ്ഞ വാക്കിനാണ് കമന്റ് ഇടുന്നത്. അത് ശരിയാണ്. അത് അനുഭവിച്ചു പോയ ആൾക്കാർക്കാണ് അത് മനസ്സിലാവുള്ളൂ. അതിൽ കുറച്ച് കമന്റ്സ് കണ്ടായിരുന്നു. ഭാര്യ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ ഇല്ലാന്ന് പറയണില്ല, ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം അങ്ങനെ ഒരുപാട് പേര്. ദിവസം കൂടി ഞാൻ റീല് കണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ജീവിച്ചായിരുന്നു ഒരു കപ്പിൾസ്. ഇങ്ങനെ വേറൊരാളുടെ കൂടെ പോയെന്ന് പറഞ്ഞിട്ട് റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗേൾസിലും ഉണ്ട് അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ബോയ്സും ഉണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, ഒരു ഭാര്യയോ ഭർത്താവോ ഉപേക്ഷിച്ച് പോയി തന്നെ മക്കളെ നോക്കി ജീവിക്കുന്നവര് എങ്ങനെ വേണേലും ജീവിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ജീവിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ട്രാവൽ ചെയ്യട്ടെ, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കട്ടെ. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മാത്രമാണ് ഇത് ബാധകം. അതായത് നമ്മളിട്ട് പോയവര് നമ്മളവിടെ സന്തോഷിച്ച് അവര് അത് ആഘോഷിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ മാത്രം അവിടെ കരഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താ? കരഞ്ഞിരിക്കാം. അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഇല്ലേ? നമ്മൾ മരണം വരെ കരഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ സന്തോഷം, സമാധാനം, സ്വസ്ഥത എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഒരു കൂട്ടം വ്യക്തികൾക്ക് അവകാശപ്പെട്ടതല്ല. ഒരു ഫാമിലിക്ക്, ഒരു സമൂഹത്തിനോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒന്നുമില്ല. എല്ലാം ഇൻഡിവിജ്വലാണ്. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്.
അവർക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ടാവും. ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളുണ്ടാവും. അങ്ങനെ കുറേ ഇഷ്ടങ്ങളാണ്. എല്ലാവരും ഡിഫറൻ്റാണ്. ഒരുപോലെ ഈ ലോകത്ത് ആരുമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ വിഷമങ്ങളെ മാറ്റി വയ്ക്കുക. നമ്മള് നമ്മളായിട്ടിരിക്കുക. അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ ഒരാൾക്കാരുടെ ലൈഫിൽ പോയിട്ട് അഭിപ്രായം പറഞ്ഞ് ചിലപ്പോൾ അവർ സന്തോഷിച്ച് വരുന്നൊരു സമയത്ത് വെറുതെ അവരെ നെഗറ്റീവ് അടുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ ആ ഒരു ചെറിയൊരു സന്തോഷത്തിൽ അവരിങ്ങനെ ആ സന്തോഷം ആലോചിച്ച് കഴിഞ്ഞ സന്തോഷത്തിനെ അവര് ആലോചിച്ചിട്ട് പിന്നെയും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ ചെന്ന് ചൊറിയണ പോലെ ഓരോ കമന്റ് ഇട്ട് അവരുടെ സന്തോഷം കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇപ്പം ഭർത്താവ് മരിച്ചു പോയവരോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയി നിൽക്കുന്ന, ഞാൻ ജെൻഡർ ഒന്നും തിരിച്ചു പറയാനില്ല, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക. നാട്ടുകാരെന്ത് പറയണു, ബന്ധുക്കൾ എന്ത് പറയുന്നു, കുടുംബക്കാരെന്ത് പറയുന്നു, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഇല്ലായിരിക്കും, ആരെയൊന്നും ഇല്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന സന്തോഷങ്ങൾ എന്താ പറയുക ചെറുതാണെങ്കിലും അത്രയും ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ സന്തോഷിക്കുക, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. പറയുന്നവർ അവിടെ പറഞ്ഞു പോട്ടെ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടി വരും. എന്തിനാണ് എൻ്റെ ആവശ്യം? എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതിന് കുറ്റം പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ. ഞാൻ പ്രത്യേകം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കമൻസ് ഇടുന്ന സമയത്ത് നമുക്ക് വിഷമം വരുമായിരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അവരിത് പറയണു, നാളെ തൊട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇടാം, അല്ലെങ്കിൽ അവരിങ്ങനെ മോശമായിട്ട് പറഞ്ഞേക്കാം, നാളെ തൊട്ട് നല്ല ഡ്രസ്സ് ഇടണ്ട, നന്നായി ഒരുങ്ങണ്ട, എപ്പോഴും കരഞ്ഞ ഫേസോട് കൂടിയിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം, പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന സമയത്ത് ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ അനുസരിക്കാനുള്ള കടമയും പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇല്ലാത്ത പക്ഷം ഈ പറയുന്നവരവിടെ ഇരുന്ന് പറയും. അത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അത് കേൾക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ കേട്ടോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യും. എനിക്ക് എൻ്റെ മൈൻഡ് ഓക്കെ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ റീൽസും പോസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യാറ്. ഫോട്ടോസ് ആണെങ്കിലും എന്താണെങ്കിലും പോസ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാണ്ട് വെറുതെ അക്കൗണ്ട് എടുത്ത് വീഡിയോസ് റീൽസും കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങളുടെ ചുറ്റിലിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിച്ചോട്ട് ആരുടെയും വായടപ്പിക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം വേണ്ട, എന്തിനാണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണേന്ന് പറഞ്ഞിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഒരു റൂമിൽ ഒതുങ്ങിക്കൂടി കരഞ്ഞുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ, അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മുടെ സന്തോഷങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ശരിയായിട്ട് സ്നേഹിക്കുന്നവരല്ല. അതിപ്പോൾ ആരാണെങ്കിലും നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ മൊമെന്റ്സ് നമ്മൾ ഇടുന്ന സമയത്ത് ദേ കണ്ടില്ലേ അവൻ്റെ വിഷമമൊക്കെ മാറി, അവൾ വെറുതെയാണ് എത്ര ദിവസം കരഞ്ഞത് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതാരും ആയിക്കോട്ടെ, നമുക്ക് നേരെ നിൽക്കുന്നവരായിരിക്കും. ചിലപ്പോൾ സ്ട്രെയിറ്റ് നിന്ന് അപ്പുറത്ത് പോയി കുറ്റം പറയുന്നവരായിരിക്കും. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ സ്വഭാവമാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധിയുടെ ഈ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതാണ് ഞാനിത് കണ്ട വശം ഞാൻ വന്നിട്ട് ഇരുന്ന് വീഡിയോ എടുത്തത്. രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഗെയിം കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ പറഞ്ഞ വാക്കുകൾ സത്യമാണ്. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്ന് ഒരു വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക, ബ്ലോക്ക് ചെയ്ത് കളയുക, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ അവരെ ചെന്ന് നെഗറ്റീവ് ഇട്ട് അവരുടെ ഫോട്ടോയ്ക്ക് കമൻറ്റ്, എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം, അല്ലേ? അവരവരുടെ വഴിക്ക് ജീവിക്കട്ടെ. ഒരുപാട് കഴിഞ്ഞ് വന്നവർക്ക് ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ചിലപ്പോൾ അവർ പുറമേ ഒക്കെ ആയിരിക്കും, ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്ത് ഈ കരച്ചിലൊന്നും ഉണ്ടാവില്ല, മൊത്തം മരവിക്കും. പിന്നെ എന്തിനാ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ ജീവിക്കട്ടെ മെയിൻ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളും ജീവിക്കും, മറ്റുള്ളവർക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവരും ജീവിക്കട്ടെ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ പറയണം. എനിക്കത് പറയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതാണ്. ഓക്കെ, ബൈ.